ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് യേ വേ യൗ വോ എന്ന സർവനാമത്തിൻ്റെ ബഹുവചന രൂപങ്ങൾ വെച്ച് നമുക്ക് കുറച്ച് വാക്യങ്ങൾ ഉണ്ടാക്കാം. അതിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് എ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. എയുടെ അർത്ഥം എ വേ ഇവയുടെ അർത്ഥം ആദ്യമേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങൾ നോക്കണം, അതെന്നിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പം ഇവിടെ ആദ്യം ഞാൻ എഴുതി വച്ചിരിക്കുന്നത് ഇദ്ദേഹം ഇപ്പോൾ മന്ത്രിയല്ല എന്നാണ്. എ ഇപ്പോൾ മന്ത്രിയല്ല. എയുടെ അർത്ഥം ഇവൻ ഇവൾ ഇത് ഈ അവൻ അവൾ അത് ആ വേയുടെ അർത്ഥം. അപ്പം നിങ്ങളത് മനസ്സിലാക്കി വാക്യങ്ങൾ എഴുതാൻ ഹിന്ദിയിൽ വാക്യങ്ങൾ എഴുതി പഠിക്കാൻ ശ്രമിക്കണം. ഇവിടെ നമുക്ക് ആദ്യത്തെ വാക്യം നോക്കാം. ഇദ്ദേഹം ഇപ്പോൾ മന്ത്രിയല്ല. അപ്പം ഇങ്ങനെ എഴുതുക. ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എ ആണ് അല്ലേ. എ ഇപ്പോൾ മന്ത്രിയല്ല. ഇപ്പോൾ എന്ന് വരുമ്പോൾ എന്താ ഹിന്ദിയിൽ പറയാം? അബ് അല്ലേ. അബ് മന്ത്രിക്ക് മന്ത്രി തന്നെ. മന്ത്രി നഹീ ഹെ. മന്ത്രി നഹീ ഹെ ബഹുവചന രൂപമാണ്. നഹീ ഹെ. അപ്പോൾ അവിടെ ഒരു ബിന്ദി വേണം. അപ്പോൾ ഇത് നമുക്ക് വേ വെച്ചിട്ടാണെങ്കിൽ എന്ത് വരും? എൻ്റെ സ്ഥാനത്ത് വേ വെച്ചിട്ടാണെങ്കിൽ വേ അബ് മന്ത്രി നഹീ ഹെ. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയല്ല എന്ന് പറയാം അല്ലേ. അപ്പോൾ അത് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാനത് വേ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് ടാസ്ക്കായിട്ട് തന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങളത് ഒരു ഹോംവർക്കായിട്ട് എഴുതണം. ഇനി അടുത്തത് അവ മേശയിലില്ല. അപ്പോൾ എങ്ങനെ പറയും? വേ മേശയിലില്ല. മേജ്മേ. മേശക്ക് എന്താ പറയുക? മേജ്. എന്താ ജായൻ്റെ അടിയിൽ കുത്തിടുമ്പോൾ ജ. മേജ്മേ അല്ലേ. മേജയിൽ മേജ്മേ നഹി അല്ലേ. മേജ്മേ നഹി ഹെ. അവ മേശയിൽ. അപ്പോൾ ഇവ എന്ന് പറയുമ്പോൾ എന്ത് വരും? അതെ, യേ മേജ്മേ നഹി ഹെ ഉണ്ടോ? ഞാൻ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് എഴുതുമെന്ന് വിചാരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. അദ്ദേഹം ഇദ്ദേഹം. അപ്പോൾ എന്താ പ്രയോഗം ശ്രദ്ധിക്കുക. ഏതാണ് അത്? എ വേണോ വേ വേണോ എന്നുള്ളത്. അവ ഇവ. അപ്പോൾ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എളുപ്പമായി. ഇനി അടുത്തത് ഇവർ കടയിൽ പോയതാണ്. ഇവരാണ് കടയിൽ പോയത്. അപ്പോൾ ഏത് സർവനാമം ഉപയോഗിക്കും? യേ അല്ലേ. അപ്പോൾ എന്താ? യേ കടയിൽ പോയതാണ്. എന്താ പറയുക? ഏ ദുകാൻ पर गए അല്ലേ. ഏ ദുകാൻ पर गए. ഇനി നമുക്ക് അടുത്തത്. അപ്പോൾ അത് അവർ എന്നാണെങ്കിൽ എന്ത് പറയും? വേ ദുകാൻ पर गए അല്ലേ. അവർ കടയിൽ പോയതാണ് അല്ലേ. ഇനി ഇവ പുതിയതാണ്. ഇങ്ങനെ പറയാം. ഇവ പുതിയതാണ് എങ്ങനെ പറയും? യേ നയേ ഹെ. യേ നയേ ഹെ. അപ്പോൾ വേ നയേ ഹെ എന്ന് പറയുമ്പോൾ എന്തായി വരും? അവ പുതിയതാണ് അല്ലേ. അപ്പോൾ ഇത് എളുപ്പമാണ്. അപ്പം ഞാൻ വേറെ തന്നെ എഴുതണമെന്നില്ല. നിങ്ങളത് സൃഷ്ടിക്കുമെന്ന് വിചാരിക്കുന്നു. എന്താ വെച്ചാൽ വേ പ്രയോഗിച്ചിട്ട് നിങ്ങൾ എഴുതി പഠിക്കണം. എളുപ്പമാണ്. ഇനി ഇവരെല്ലാം ഡൽഹിയിലാണ്. അതാരോ ആവട്ടെ അല്ലേ. ഇവരെല്ലാം ഡൽഹിയിലാണ്. അതെങ്ങനെ പറയാം? ഇവരാണ്. ഇവരെല്ലാം ഡൽഹിയിലാണെന്ന് പറയുമ്പോൾ
ഉപയോഗിക്കും? വേ സബ്. ഇവിടെ ഇവർ എന്ന് പറയുമ്പോൾ എ സബ് അല്ലേ, എ സബ് ദില്ലി മേ ഹെ അല്ലേ, ദില്ലിയിലാണ്. അപ്പം അവരാണെങ്കിലോ, അവരാണെങ്കിൽ എന്ത് ഉപയോഗിക്കും? വേ സബ്. വേ സബ്. അപ്പോൾ ഇവിടെ എ സബ് ദില്ലി മേ ഹെ, ദില്ലിയിലാണ്. അപ്പം അവരാണെങ്കിലോ വേ സബ് ദില്ലി മേ ഹെ. അപ്പോൾ വേറെ തന്നെ ക്ലാസ് ഇതിന് വേണ്ട, അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാക്കാം. ഇനി ഇവർ കൃഷിക്കാരാണ്, ഇവർ. അപ്പം ഇവർ ആയതുകൊണ്ട് എ ഉപയോഗിക്കാം. അപ്പം കിസാൻ അല്ലേ, എ കിസാൻ ഹെ. അപ്പോൾ അവരാണെങ്കിലോ വേ കിസാൻ ഹെ അല്ലേ, വേ കിസാൻ ഹെ. ഇനി അടുത്തത് എന്താ? ഇദ്ദേഹം ഡോക്ടറാണ്, അദ്ദേഹം ഡോക്ടറാണെന്നും പറയാം. അപ്പം എന്താ? എ ഡാക്ടർ ഹെ, എ ഡാക്ടർ ഹെ. ഇനി അദ്ദേഹമാണെങ്കിലോ വേ ഡാക്ടർ ഹെ എന്ന് പറയാം. അപ്പം ബഹുവചന രൂപത്തിലെല്ലാം അതായത് ഹേ എന്ന് വരുമ്പോൾ അവിടെ കുത്തിടണം കേട്ടോ. ഇനി ഇവർ ആരാണ്? ഇവർ എന്ന് പറയുമ്പോൾ എ കോൻ ഹെ. ഇനി അവർ ആരാണെന്ന് ചോദിക്കുമ്പോഴോ ഇവിടെ ക്വസ്റ്റ്യൻ വരും, കോൻ എന്ന് വരുമ്പോൾ അല്ലേ. അവർ എന്ന് പറയുമ്പോൾ വേ കോൻ ഹെ, വേ കോൻ ഹെ. അപ്പോൾ ഇവിടെ ഇവർ എൻ്റെ അമ്മയാണ്, ഇവർ എൻ്റെ അമ്മയാണെന്ന് പറയുമ്പോൾ അമ്മയാണ്, മേരി മാതാ ജി ഹേ, മേരി മാതാ ജി ഹേ. അപ്പോൾ അവർ എൻ്റെ അമ്മയാണെന്ന് എങ്ങനെ പറയും? ദൂരെയുള്ള അമ്മ, കുറച്ച് ദൂരെയുള്ള. അപ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിക്കുകയാണ്, അവർ എൻ്റെ അമ്മയാണ് എന്നിങ്ങനെ പറയും. വേ അല്ലേ, വേ മേരി മാതാജി ഹേ അല്ലേ. അപ്പോൾ നിങ്ങളത് എഴുതുമല്ലോ. അപ്പോൾ വേ എന്നുള്ളത് നിങ്ങൾക്ക് വിട്ടു തന്നെ. അപ്പോൾ അങ്ങനെ വാക്യമുണ്ടാക്കി പഠിക്കുക. പിന്നെ അടുത്ത ക്ലാസ് നമുക്ക് കോയി എന്ന് വെച്ചിട്ട് പഠിക്കാം. പിന്നെ നമുക്ക് സംഭാഷണമൊക്കെ പഠിക്കണ്ടേ, ബാത്ചീത്ത് അല്ലേ, സംഭാഷണം ഇത് പഠിക്കണം. അപ്പം ഇങ്ങനെയാണ് എഴുതുക. അപ്പം നിങ്ങൾ കാണുന്നില്ല വീട്ടിലെ? ഞാനിവിടെ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, നിങ്ങൾ വേ വെച്ചിട്ട് എഴുതി പഠിക്കണം. പിന്നെ എന്താ പറയുക, ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിക്കണം കുട്ടികളെ. ഇത് നിങ്ങൾ വേ വെച്ചിട്ട് എഴുതുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് ഇത്രയും മതി, നിങ്ങൾ പഠിച്ചു അല്ലേ. ഇനി അടുത്ത വേ വെച്ചിട്ട് നിങ്ങൾ വാക്യമുണ്ടാക്കി പഠിക്കണം, നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കണം. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ആൾ. താങ്ക് യു.